അത് കമ്മീഷൻ റെയിലായിരുന്നു നമുക്ക് പിന്നെ മനസ്സിലായി. കുറച്ച് കമ്മീഷൻ മേടിച്ച് ഞാൻ നിർത്തുകയാണ്. ഇതിനെതിരായി പ്രക്ഷോഭം വന്നു, പ്രശ്നങ്ങൾ വന്നു, ജനങ്ങൾ വലിയ തോതിൽ വന്നു. 10,000-കണക്കിന് കേസുകളുണ്ട് കേരളത്തിൽ. ഈ പറഞ്ഞ ആളുകളുടെ ഒക്കെ ഭൂമി പെട്ടുകിടക്കുക. എന്താ ഭൂമിയുടെ പ്രശ്നം? ഒരു നോട്ടിഫിക്കേഷനിൽ എൻ്റെ സർവേ നമ്പർ വന്നാൽ ആ ഭൂമി വിൽക്കാൻ പറ്റില്ല, ലീസിന് എടുക്കില്ല, അവിടെ വീട് പണിയാൻ പറ്റില്ല. പഞ്ചായത്ത് ചെല്ലുമ്പോൾ പറയും നിങ്ങളുടെ ഭൂമി കേരളയിൽ പോയിട്ടുള്ളതാ, നിങ്ങൾക്ക് സിൽവർ ലൈൻ പദ്ധതി തീരുമാനമാവുന്നവർ നിങ്ങളുടെ ഭൂമിയിൽ വയ്ക്കാൻ പറ്റില്ല, എത്ര ഭൂമി എടുക്കുന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആളുകൾ വല്ലാതെ വിഷമിച്ചു. നമുക്കൊരു ലോൺ എടുക്കലൊക്കെ എല്ലാവരുടെയും ആവശ്യമാണ്. ഇപ്പോൾ വീട് വയ്ക്കാൻ ലോൺ എടുക്കലോ, കുട്ടിയെ പഠിപ്പിക്കാൻ ലോൺ എടുക്കലോ ഒക്കെ, നമുക്ക് ഒരു ചികിത്സയ്ക്ക് ലോൺ എടുക്കലോ ഒന്നും നടക്കാതെ ജനങ്ങൾ മഹാദുരിതത്തിലായി. വലിയ സമരം ഒതുങ്ങിയില്ല. പക്ഷേ അതിന് കേന്ദ്രത്തിൻ്റെ അനുമതിയും കിട്ടില്ല, ഒരു അനുമതിയും കിട്ടില്ല. കാരണം അവർ ചോദിച്ച 100 ചോദ്യത്തിന് മറുപടിയില്ല. ഇവർ നുണ മുഴുവൻ പറഞ്ഞു. സ്റ്റാൻഡേർഡ് ഗേജ് ആണെങ്കിലേ പറ്റൂ, സ്റ്റാൻഡേർഡ് ഗേജ് ആണെങ്കിൽ ജപ്പാനിൽ നിന്ന് വാങ്ങി കമ്മീഷൻ മേടിക്കാൻ പറ്റൂ. ബ്രോഡ് ഗേജ് ആണെങ്കിൽ അത് വേണ്ട. ബ്രോഡ് ഗേജ് ആണെങ്കിൽ ഇന്ത്യയിൽ ഉണ്ടാക്കും, ഇന്ത്യയിൽ വെച്ച് ചെയ്യാൻ പറ്റും. ഈ നിലവിലുള്ള റെയിൽവേയായിട്ട് ബന്ധിപ്പിച്ച് കൊണ്ടുപോകണം. നമ്മൾ സ്പീഡ് റെയിൽ വേണ്ടാന്ന് പറഞ്ഞില്ല, ബ്രോഡ് ഗേജിൽ വേണം, നിലവിലുള്ള റെയിലുമായി ബന്ധിപ്പിച്ചു കൊണ്ട് വേണം പോകാൻ. ഇതാണ് നമ്മുടെ വാദം ഉണ്ടായത്. അവസാനം അത് പോയി.